പെൺമക്കൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനോടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടറിഞ്ഞത് നീയും അച്ഛനും അച്ഛനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട. എന്ത് കാര്യമാണ് നീ ആ മനുഷ്യനെ വിഷമിപ്പിക്കരുത്. അദ്ദേഹത്തെ വേദനിപ്പിച്ചുകൊണ്ട് നീ നേടുന്ന ഒന്നും ഒരു നേട്ടമല്ല. കാരണം നിങ്ങളെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് ആ പാവം. താനിരിക്കണം സച്ചേട്ടാ, ഞാൻ താഴെ പോയി കഴിച്ചോളാം. തനിക്കെന്താ ഇവിടെ ഇരുന്നാല്? ഇന്ന് താൻ ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. ഇരിക്കവിടെ. ഇരിക്കടോ. കഴിക്ക. ഇതിവിടേക്ക് കൊണ്ടുവന്നത് പോട്ടെ, ഇനി കോരിത്തെരിയോട് ചെയ്യണോ? ദേ, എന്റെ കൈക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. ഞാൻ കോരുത്തുന്ന എന്താ കുഴപ്പമുണ്ടോ? ആകാശം ഇടിഞ്ഞു വീഴുവോ അതോ ഭൂമി തിരിഞ്ഞിറങ്ങോ? അമ്പിളി ചേച്ചിയെ കൊണ്ട് കല്ലിൽ അരപ്പിച്ച സ്പെഷ്യൽ ചമ്മന്തിയാ. അത് ഞാൻ പറഞ്ഞിട്ട്. ചുട്ടമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചേർത്തുണ്ടാക്കിയതാ. ദാ 2 പാത്രം കഞ്ഞി കുടിക്കാൻ ദാ ഈ ചമ്മന്തി മാത്രം മതി. അല്ല, എങ്ങനുണ്ട്? അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. നന്നായിട്ടുണ്ട്. സച്ചേട്ടൻ കഴിക്കുന്നില്ലേ? എനിക്കുള്ളത് അടുക്കള ഇരിപ്പുണ്ടല്ലോ. ഇത് മുഴുവൻ തനിക്കാ. മതി സച്ചേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് മുഴുവനും കഴിച്ചേ പറ്റൂ. എന്റെ വയറ് പൊട്ടിപ്പോവും. പൊട്ടട്ടെ. ദാ ചമ്മന്തി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇനി ഇതുപോലെ ഉണ്ടാക്കി തരണേ. അതിന് ചമ്മന്തി ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മുളകും കുരുമുളകും ഒക്കെ എടുത്തു കൊടുത്തു, വെളുത്തുള്ളി പൊളിച്ചു കൊടുത്തു. ബാക്കിയെല്ലാം ചെയ്ത് സച്ചിസാറാ. ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ വേണ്ട, അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് അരകല്ലി പോയി സാറ് അരയ്ക്കുന്ന കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ചെയ്തോളാം. വേണ്ട, അവിടെ നിന്നാ മതി. സത്യം പറയാലോ, മുൻപ് പല വീട്ടിലും ജോലിക്ക് നിന്നിട്ടുണ്ട് ഞാൻ. ഭാര്യയോട് ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ അർച്ചനമോളുടെ ഭാഗ്യ. സച്ചേട്ടന് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? ഇഷ്ടം തോന്നി തുടങ്ങിയോ? ചിലപ്പോ മറ്റൊരാളെ സ്നേഹിക്കുന്നതുകൊണ്ടാവും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത. എന്തായാലും എന്റെ സച്ചേട്ടനെ ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഉറപ്പ്.
സച്ചേട്ടാ ആ അയ്യോ സോറി. താനെപ്പോഴെവിടെ വന്നേ? ഞാൻ കണ്ടില്ലായിരുന്നു. അത് ഞാനൊരു താങ്ക്സ് പറയാൻ വന്നതല്ലേ. താങ്ക്സോ? എന്തിന്? അതൊന്നുമില്ല. പിന്നെ ചുമ്മാ താങ്ക്സ് പറയാറെങ്കിലും? ആ ഞാൻ പറയും. എങ്കിൽ ശരി, പറഞ്ഞോളൂ. താങ്ക്സ്. വെൽക്കം. അല്ല, ശരിക്കും എന്തിനാ താങ്ക്സ് പറഞ്ഞേ? എല്ലാത്തിനും. എല്ലാത്തിനും? ആ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരു തീരുമാനവും എടുക്കാനാവാതെ വരുമ്പോഴും ഞാൻ ആദ്യം നോക്കുന്നത് തൻ്റെ മുഖ. താൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാ മാലയിട്ട് തൻ്റെ ഫോട്ടോ ഈ വീട്ടിൽ വയ്ക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. ഏതോ ലോകത്തിരുന്ന് താനെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ ശരിക്കും നിന്റെ കുറവുണ്ട് മാലതി. നിനക്കല്ലാതെ വേറെ ആർക്കും ആ കുറവ് നികത്താനും ആവില്ല. ഞാൻ വെറുതെ ഇങ്ങനെ നിന്റെ അമ്മയോട് ഓരോന്ന് പറയുമായിരുന്നു. ഞാൻ കേട്ടു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അച്ഛൻ എപ്പോഴും അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല മോനെ. മിസ്സിങ് തന്നെയാ. എൻ്റെ ഭാര്യയെ, എൻ്റെ കുട്ടികളുടെ അമ്മയെ, അതിലെല്ലാം ഉപരി എനിക്ക് നഷ്ടമായത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെയാണ്. എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്നൊരു സുഹൃത്തിനെ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നന്നേ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചവനാണ് ഞാൻ. നല്ല പ്രായത്തിൽ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയ ബിസിനസ് എല്ലാം തകർന്നടിഞ്ഞ് വലിയൊരു കടമായി തിരികെ തലയിലേക്ക് തന്നെ വന്നു വീണു. മൂക്കുമുട്ട കടം വന്ന് മുങ്ങിത്താഴ്ന്ന എന്നെ കൈപിടിച്ച് കയറ്റിയത് എൻ്റെ മാലതിയാണ്. കടത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ വീണ്ടും ചെറിയ തോതിൽ ബിൽഡിങ്ങുകളുടെ കോൺട്രാക്റ്റ് എടുത്തു. അവളുടെ കയ്യിലുണ്ടായിരുന്ന തരി പൊന്നുകൾ വിറ്റ് ഓരോരോ സാമഗ്രികൾ ഞാൻ വാങ്ങി. കൺസ്ട്രക്ഷൻ വർക്കുകൾ ഒന്നിൽ നിന്നും പലതായി മെല്ലെ വളർന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തളർന്നു പോകുമെന്ന് ഞാൻ കരുതിയെടുത്തൊക്കെ എൻ്റെ മാലതി എന്നെ താങ്ങി നിർത്തി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും എന്നെ സ്വാധീനിച്ച വേറൊരാളില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ കൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം അവൾക്ക് അവളുടെ സന്തോഷങ്ങൾ ഇല്ലാതായില്ലേ എന്ന്. എനിക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടായപ്പോൾ അവളങ്ങ് പോവുകയും ചെയ്തു. ശരിക്കും എനിക്ക് നഷ്ടപ്പെട്ടത് മാലതിയല്ല, ഈ എന്നെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഭാര്യ ഭർത്താവ് എന്നതിലുപരി നീയും അർച്ചനയും നല്ല സുഹൃത്തുക്കൾ കൂടിയാവണം. ഒരതിരും വെക്കാതെ പരസ്പരം സ്നേഹിക്കുന്നവരാവണം. അർച്ചന നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാ. എ ഫ്രണ്ട് ഇൻ നീഡ് ഇൻ ഫ്രണ്ട് ഇൻ ഡീഡ്. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും ആഴവും നിനക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അവളെ ഒരിക്കലും കൈവിടരുത്. കൂടെ നിർത്തണം, എന്നും എപ്പോഴും.
എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഭാര്യ ഭർത്താവ് എന്നതിലുപരി നീയും അർച്ചനയും നല്ല സുഹൃത്തുക്കൾ കൂടിയാവണം. അർച്ചന നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാ. എ ഫ്രണ്ട് ഇൻ നീഡ് ഇൻ ഫ്രണ്ട് ഇൻ ഡീഡ്. സച്ചേട്ടാ, ദാ ചായ. അർച്ചന, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയൂ? അതെന്താ സച്ചേട്ടാ അങ്ങനെ ഒരു ചോദ്യം? എന്താ സച്ചേട്ടന് ചോദിക്കാനുള്ളത്? എന്താ സച്ചേട്ടാ? അത് വേറൊന്നുമല്ല. നമ്മൾ കൂട്ടുകാരെ ജീവിക്കാൻ തീരുമാനിച്ച ശേഷവും താൻ എന്നെ ഒരു ഭർത്താവായി കണ്ട് സ്നേഹിക്കായിരുന്നു. ചിലപ്പോ എന്റെ തോന്നലാവാം, പക്ഷേ എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പുറമേ ഞാൻ കാണിക്കാതിരുന്നിട്ടും എന്റെ മനസ്സിലുള്ള ഇഷ്ടം സച്ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരും. മനസ്സിലുള്ള ഇഷ്ടം എത്ര പൊതിഞ്ഞു പിടിച്ചെന്ന് പറഞ്ഞാലും ഒരു വാക്കിലോ ഒരു നോട്ടത്തിലോ അത് പുറത്തേക്ക് വരും. പക്ഷേ എന്തുറപ്പില്ല താൻ എന്നെ സ്നേഹിച്ചത്? എല്ലാം തനിക്കറിയാവുന്നതല്ലേ? 6 മാസത്തെ കരാറടിസ്ഥാനത്തിൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ പറ്റില്ല സച്ചേട്ടാ. എങ്കിലും എനിക്കറിയാം എന്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നതെന്ന്. അതിന് എൻ്റെ കയ്യിൽ ഒരു ഉത്തരവേ ഉള്ളൂ: വിശ്വാസം. എൻ്റെ സ്നേഹത്തിലും ഈശ്വരനിലുമുള്ള വിശ്വാസം മാത്രം അതിനാധാരം. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും താൻ എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ? തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും പലരും പലരെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അവരിൽ നിന്നൊക്കെ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ഇതാ. ഇനി ഒരിക്കലും സച്ചേട്ടനോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാ, എനിക്ക് സച്ചേട്ടനോട് ആദ്യം തോന്നിയ ഇഷ്ടം ഇപ്പോഴും അതേപോലെ തന്നെ ഇവിടെയുണ്ട്. എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഓർത്താ കൂട്ടുകാരി ആയിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ എതിർക്കാത്തത്. ഇനി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇത്രയും നാളുകളിൽ ഒരു നിമിഷം പോലും സച്ചേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും?
വേറെ ആരോടൊക്കെയുള്ള ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കപ്പെടുന്ന ദിവസങ്ങൾ സച്ചിയുടെയും അർച്ചനയുടെയും നല്ല നല്ല ദിവസങ്ങളെ നശിപ്പിച്ച് കളയുന്നതെന്ന് സച്ചേട്ടൻ ഓർക്കണം. ഇതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. കൂട്ടുകാരിയെങ്കിൽ അങ്ങനെ ഏത് വേഷം കെട്ടിയാലും അതാടാൻ ഞാൻ ഒരുക്കുക. സച്ചേട്ടൻ പറയുന്ന നിമിഷം ഞാൻ ഇവിടുന്ന് പടിയിറങ്ങാൻ ചെയ്യും. അർച്ചന, അർച്ചന പറഞ്ഞതെല്ലാം ശരിയാ. എനിക്കിപ്പോ ശരിക്കും തന്നോട് ഇഷ്ടം. ഇനിയും ഞാനത് പറയാതിരുന്ന താൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഈശ്വരൻ നിന്നെയാവും. തന്നെ മനസ്സിലാക്കാനും തന്റെ ഇഷ്ടത്തെ തിരിച്ചറിയാനും ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നെ വേണ്ടാത്ത മറ്റൊരാളെ കയ്യെത്തി പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യെത്തും ദൂരത്തുള്ള ആളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. തനിക്കറിയോ, ശരിക്കും ഒരു തീരുമാനം എടുക്കാനാവാതെ എത്രയോ രാത്രികൾ പക്ഷെ ഇപ്പോ ശരിക്കും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടാ. ഈ 4 ചുവരുകൾക്കുള്ളിലും നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരായിരിക്കും. നമ്മൾ പിരിയുകയല്ല, ഒരുമിക്കുകയാണ്. ഇനി ഞാനും താനുമില്ല, നമ്മളേ ഉള്ളൂ. സച്ചിദാനന്ദനും അർച്ചന സച്ചിദാനന്ദനും.